എന്തായാലും ഇന്ന് 10ാമത്തെ ദിവസമാണ്. പ്രതീക്ഷകൾക്ക് ഒരു അവസാനം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പ്രതീക്ഷ വെച്ച് പുലർത്തുകയല്ല, നമുക്ക് മറ്റു നിർവാഹമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. 10 ദിവസം പിന്നിടുകയാണ്. 9 ദിവസം പൂർത്തീകരിക്കപ്പെട്ടു. 10ാമത്തെ ദിവസമാണ്. ഇന്നലെയും ഇന്നുമായി ഊർജിതമായ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ടീം ഇപ്പം ഒരു ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർമി, അതോടൊപ്പം തന്നെ ഈ ഇതിലേറ്റവും വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു ടീം അവരൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു റിസൾട്ട് നമുക്ക് വളരെ വേഗതയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ 2ാമത്തെ ബൂം ലെങ്ത് സംവിധാനം അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്ന് ഉച്ചയോട് കൂടി തന്നെ മണ്ണ് മാറ്റുന്ന പ്രക്രിയകൾ ഏകദേശം പൂർത്തിയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഇപ്പം നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ബൂം ലെങ്ത് ക്രെയിനിന് സമാനമായ ഒരു ക്രെയിൻ കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ കേന്ദ്രത്തിലേക്ക്. അപ്പം സമാനമായ നിലയിൽ വേഗതയിൽ മണ്ണ് മാറ്റൽ നടപടി പുഴയുടെ അടിയിൽ നിന്ന് തന്നെ ആ മണ്ണ് മാറ്റിക്കൊണ്ട് കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ദ്രപാൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ പരിശോധന. അതിലെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും മേജർ ഇന്ദ്രപാൽ നടത്തിയ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് നേരത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ എഫിഷ്യൻ്റ് ആയൊരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ചില എക്യുപ്മെന്റ്സ് കൂടി വരാനുണ്ട് എന്ന് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായത്. കാർവാറിൽ എത്തിയിട്ടുണ്ട്. കാർവാറിൽ നിന്ന് ഈ മണ്ണിടിഞ്ഞ കേന്ദ്രത്തിലേക്ക്, ഈ പ്രശ്നം നടന്നിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഈ രക്ഷാപ്രവർത്തന തെരച്ചിൽ നടപടിക്ക് വേഗത കൂട്ടാൻ കഴിയും, കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് മേജർ ഇന്ദ്രപാലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആശങ്കപ്പെട്ടത് അടിയൊഴുക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞ ഈ അടിയൊഴുക്കൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ത് തോന്നി? അദ്ദേഹത്തിന്റെ പ്രവർത്തനം? അതെ, അദ്ദേഹം നേരത്തെ തന്നെ ചില ഓപ്പറേഷൻസ് അദ്ദേഹം പറഞ്ഞു. ഒഴുക്കുള്ള നദിയുമായി ബന്ധപ്പെട്ട ചില ഓപ്പറേഷൻസിന്റെ ഭാഗമായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം രാവിലെ, അതായത് ഈ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ലിൻഡോ ജോസഫ് MLA കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ വളരെ റെക്കഗ്നൈസ്ഡ് ആയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായും അവർക്കിത് കഴിയും. ആ പ്ലാൻ അവർ വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് കഴിയുമെന്ന് തന്നെയാണ് അവർ കോൺഫിഡൻസോട് കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം. താങ്ക് യു.